നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ ഒരു കിഡിലൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് വളരെ യൂസ്ഫുൾ ആവും. ടെസ്റ്റ് ആൻഡ് കമ്പയർ എന്നാണ് ഈ ഒരു അപ്ഡേറ്റിന്റെ പേര്. നിങ്ങൾക്ക് ഇവിടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ ഒരു വീഡിയോ എൻ്റെ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിന്റെ ഡീറ്റെയിൽ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലാണ്, അതായത് നമ്മൾ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ടാഗ്, തമ്പനെയിൽസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുന്ന ഒരു സെക്ഷനാണിത്. ഇവിടെ തമ്പനെയിലിന്റെ സെക്ഷനിലാണ് മാറ്റം വന്നിരിക്കുന്നത്. അതായത് നമ്മൾ കുറെ നാളായിട്ട് പ്രതീക്ഷിച്ചിരുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ്. ഒരേ സമയം ഒരു വീഡിയോയിൽ നമുക്ക് 3 തമ്പനെയിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫീച്ചർ. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമ്മൾ തമ്പനെയിൽ സാധാരണ അപ്ലോഡ് ചെയ്യുന്നിടത്ത് അപ്ലോഡ് ഫയൽ എന്ന് പറയുന്ന ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ അപ്ലോഡ് ഫയൽ ഉണ്ട്, അതിനോടൊപ്പം തന്നെ ഓട്ടോ ജനറേറ്റഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന്റെ തൊട്ടടുത്തായിട്ട് ടെസ്റ്റ് ആൻഡ് കമ്പയർ എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ അപ്ലോഡ് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ മുമ്പ് ഒരു തമ്പനെയിൽ അപ്ലോഡ് ചെയ്യുമല്ലോ, ആ ഒരു ഓപ്ഷനാണ് ഈ അപ്ലോഡ് ഫയൽ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ടുള്ള ഓട്ടോ ജനറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം തന്നെ ജനറേറ്റ് ചെയ്തു വരുന്ന 3 സജഷൻസ് ആണ് ഇവിടെ കാണുന്നത്. അതായത് നമുക്ക് മുമ്പ് നമ്മൾ ഒരു തമ്പനെയിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സജഷൻസ് കിട്ടുമായിരുന്നല്ലോ. ഏകദേശം എനിക്ക് തോന്നുന്നു അതേപോലുള്ള സജഷൻസ് തന്നെയാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് ഒരു തമ്പനെയിൽ സെലക്ട് ചെയ്ത് ഡണ്ണിൽ ക്ലിക്ക് ചെയ്യാണ്. ഡണ്ണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു തമ്പനെയിൽ ഇവിടെ അപ്ലൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീസെലക്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് മറ്റ് തമ്പനെയിലുകൾ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതൊന്നുമല്ല, ടെസ്റ്റ് ആൻഡ് കമ്പയർ എന്ന് പറയുന്ന ഫീച്ചറാണ്. ടെസ്റ്റ് ആൻഡ് കമ്പയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇങ്ങനെ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. 3 പ്ലസുകൾ കൊടുത്തിട്ടുണ്ട്. 3 പ്ലസിലും 3 തമ്പനെയിൽസ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഒരു പ്ലസിൽ ക്ലിക്ക് ചെയ്ത് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിട്ടുള്ള ഒരു തമ്പനെയിൽ ആഡ് ചെയ്തു. രണ്ടാമത്തെ പ്ലസിൽ ക്ലിക്ക് ചെയ്ത് അടുത്ത തമ്പനെയിൽ ആഡ് ചെയ്തു. മൂന്നാമത്തെ പ്ലസിൽ ക്ലിക്ക് ചെയ്ത് മറ്റൊരു തമ്പനെയിലൂടെ ആഡ് ചെയ്തു. അതായത് 3 തമ്പനെയിൽസ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഡൺ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഡൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ 3 തമ്പനെയിലും ഇവിടെ ഒരേപോലെ അപ്ലൈ ആയിട്ടുണ്ട്. ഇതിന്റെ താഴെയായിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. യുവർ തമ്പനെയിൽ ടെസ്റ്റ് ആൻഡ് കമ്പയർ കനോട്ട് റൺ, യുവർ വീഡിയോ ഈസ് ഇൻഎലിജിബിൾ ബിക്കോസ് യുവർ വീഡിയോ ഈസ് നോട്ട് പബ്ലിക്. അതായത് പബ്ലിക് വീഡിയോയിൽ മാത്രമേ നമുക്ക് 3 തമ്പനെയിലുകൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അൺലിസ്റ്റഡ് വീഡിയോയിലും 3 തമ്പനെയിൽസ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ ആ ഒരു കാര്യം കൂടെ പുറത്ത് വെച്ചോളാം. ഓക്കെ, ഇങ്ങനെ നമ്മൾ 3 തമ്പനെയിൽസ് ഒക്കെ ആഡ് ചെയ്ത് വീഡിയോ പബ്ലിക് ആക്കി. ഇതുകൊണ്ട് എന്താണ് നമുക്ക് പ്രയോജനം? ഇവിടെ പണി കൂടിയതല്ല ഉള്ളൂ. സാറിന് നമ്മൾ ഒരു തമ്പനെയിൽ ഉണ്ടാക്കുന്നത് നമുക്ക് 3 തമ്പനെയിൽ ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥയാണ്. പണി നമുക്ക് കൂടിയെന്നുള്ളതല്ലാതെ എന്താണ് ഇതിൽ പ്രയോജനം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാനിവിടെ വീണ്ടും മറ്റൊരു വീഡിയോ എടുക്കുകയാണ്. അതായത് ഈ ലാസ്റ്റിൽ കാണുന്ന വീഡിയോ, ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കാം. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നലെ ഇട്ട വീഡിയോ ആണ്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. യൂട്യൂബിന്റെ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല 2-3 അപ്ഡേറ്റ്സ് യൂട്യൂബിൽ വന്നിട്ടുണ്ട്. ആ അപ്ഡേറ്റ്സ് എന്താണെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ 3 തമ്പനെയിലാണ് ഇന്നലെ ആഡ് ചെയ്തത്. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്, ഇതിന്റെ എഡിറ്റ് സെക്ഷനിലേക്ക് വരികയാണ്. അതിനുശേഷം വീണ്ടും തമ്പനെയിലിന്റെ സെക്ഷനിൽ വന്നപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റണ്ണിംഗ് എന്നാണ് കാണിക്കുന്നത്. അതായത് ഇന്നലെ ഇട്ട തമ്പനെയിലാണ്. പക്ഷേ ഇതുവരെ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. ഇതിൽ ഏതാണ് നല്ല തമ്പനെയിൽ എന്ന് യൂട്യൂബ് ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഇത് ഡിസൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 ദിവസവും 2 ദിവസവും കൊണ്ടല്ല, അത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ നമ്മുടെ ആ വീഡിയോയിൽ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്ത തമ്പനെയിൽ ഏതാണെന്ന്. അപ്പൊ ഈ പെർഫോം ചെയ്യുന്നത് നമ്മുടെ വീഡിയോയുടെ ഇംപ്രഷൻ പോകുന്നു, ആ വീഡിയോയുടെ തമ്പനെയിൽ എത്ര ക്ലിക്ക് വരുന്നു അതിനെ ബേസ് ചെയ്തിട്ടല്ല. ആ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ തമ്പനെയിൽ യൂട്യൂബ് സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൽ ഏറ്റവും നല്ല തമ്പനെയിലായിട്ട് ഒരെണ്ണം എടുക്കുന്നത് ഏത് തമ്പനെയിൽ ക്ലിക്ക് ചെയ്താണോ ആളുകൾ ആ വീഡിയോ ഓപ്പൺ ആക്കിയത്, അതിനുശേഷം എത്ര നേരം ആ വീഡിയോയിൽ ആളുകൾ എൻഗേജിംഗ് ആയിട്ട് നിന്നു, അതിന്റെ വാച്ച് ടൈം ആ ഒരു തമ്പനെയിലൂടെ ക്ലിക്ക് ചെയ്തപ്പോൾ എത്ര കിട്ടി, ആ വാച്ച് ടൈമിനനുസരിച്ചായിരിക്കും ഇതിന്റെ പ്രയോറിറ്റി യൂട്യൂബ് സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം പലർക്കും അറിയത്തില്ല. CTRന്റെ ബേസിലായിരിക്കും ഈ തമ്പനെയിൽ സെലക്ട് ആകുക എന്നുള്ളത് ആണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, വാച്ച് ടൈമിന്റെ ബേസിലായിരിക്കും തമ്പനെയിൽ സെലക്ട് ആകുന്നത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടെ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ ഈ തമ്പനെയിലിന്റെ സൈഡിലായിട്ടുള്ള ഈ 3 ഡോട്ട്സ് ഉണ്ട്. ഇവിടെ 3 ഡോട്ട്സ് ഉണ്ട്, ഓപ്ഷൻസ് ആണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ ടെസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇന്റർഫേസ് വരും. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 തമ്പനെയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. അതൊന്ന് ഓപ്പൺ ആക്കി നോക്കുക. റണ്ണിംഗ് ടൈം ഇവിടെ കാണിച്ചിരിക്കുന്നത് 13 days 1 hour ലെഫ്റ്റ് എന്നാണ്. അതായത് ഇന്നലെ ഞാൻ ഇട്ട വീഡിയോ ആണ്. 14 ദിവസം 2 ആഴ്ച കൊണ്ട് ഇതിന്റെ ഈ റണ്ണിംഗ് ടൈം കംപ്ലീറ്റ് ആകുകയും ഇതിന്റെ ഒരു പ്രയോറിറ്റി റിപ്പോർട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ കൊടുത്ത 3 തമ്പനെയിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഈ തമ്പനെയിൽസിന്റെ അടുത്തായിട്ട് സ്റ്റോപ്പ് ആൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കാണാൻ സാധിക്കും. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു തമ്പനെയിൽ എന്റെ വീഡിയോയിൽ പെർമനന്റ് ആയിട്ട് സെറ്റ്, പെർമനന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും ചേഞ്ച് ചെയ്യാം. പക്ഷേ ഈ 3 തമ്പനെയിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം നമുക്കത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഓരോന്നിന്റെയും പെർസെന്റേജ്, എത്ര പെർസെന്റേജ് അതിൽ നിന്ന് ക്ലിക്ക് വന്നിട്ടുണ്ട്, വാച്ച് ടൈം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഈ ഗ്രീൻ കളറിലുള്ള തമ്പനെയിലാണ്, 38.8%. അതിന് താഴെ ഈ തമ്പനെയിലാണ് 35.3%, പിന്നെ 32.9%. ആ മൊത്തം ടോട്ടൽ വാച്ച് ടൈമിൽ ഈ 3 തമ്പനെയിലിൽ ഏത് തമ്പനെയിലാണ് കൂടുതൽ വാച്ച് ടൈം കൊണ്ടുവന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്.
കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിലൊന്നും ചെയ്യുന്നില്ല. 14 ഡേയ്സ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എന്താണ് യൂട്യൂബ് ഇതിൽ പ്രയോറിറ്റി സെലക്ട് ചെയ്ത് കൊണ്ടിരുന്നത്. 14 ദിവസം കഴിയുമ്പോൾ ഇതിൽ ഏറ്റവും ടോപ്പ് തമ്പനയിൽ ഏതാണെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കും. ഒന്നുകിൽ നമുക്ക് അവിടെ നിന്ന് മാനുവലി ആ ഒരു തമ്പനയിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഏറ്റവും ടോപ്പിലേക്ക് വന്ന് തമ്പനയിൽ ആ വീഡിയോയിൽ സെറ്റ് ആക്കുകയും ചെയ്യും. അപ്പൊ ഇതാണ് അപ്ഡേറ്റ്. എനിക്ക് ഈ ഒരു അപ്ഡേറ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ ഇന്നലെ ഇത് അപ്ഡേറ്റ് കണ്ടപ്പോൾ തന്നെ ഇതിൽ 3 തമ്പനയിൽ ഉണ്ടാക്കിയിട്ടു. അപ്പം അത് എല്ലാം തമ്പനയിൽ ഒരേപോലെയാണ് ഉണ്ടാക്കിയത്. പക്ഷെങ്കിൽ നിങ്ങൾ തമ്പനയിൽസ് ഉണ്ടാക്കുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ തമ്പനയിൽസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നോക്കുക. തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാക്കാനായിട്ട് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് 14 ഡേയ്സിന്റെ ഒരു റണ്ണിങ് ടൈം ഒക്കെയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അതിനുശേഷമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇത് ഏത് രീതിയിലാണ് നമ്മുടെ ഏത് തമ്പനയിലാണ് പെർഫോം ചെയ്തതെന്ന്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് നമ്മളുണ്ടാക്കുന്ന തമ്പനയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ക്ലിക്ക് ചെയ്യുന്നത് ഏത് ടൈപ്പ് തമ്പനയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതൊരു വലിയ പ്രയോജനമാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പിന്നീട് ഉള്ള വീഡിയോകളിലേക്ക് നല്ല തമ്പനയിൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുള്ളവർ കമന്റ് ചെയ്യുക. ഈ അപ്ഡേറ്റ് ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങളോട് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഈ അപ്ഡേറ്റ് കിട്ടാത്തവർ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്കും അധികം താമസിക്കാതെ തന്നെ ഈ ഒരു ഫീച്ചർ കിട്ടും. കാരണം ഓൾറെഡി യൂട്യൂബ് എല്ലാവർക്കും ഇത് റോൾ ഔട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പതുക്കെ എല്ലാവരിലേക്കും ഇത് എത്തത്തുള്ളൂ. പിന്നെ മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൂടെ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.